ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി വ്ളോഗെന്ന് മാത്രമല്ല, നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്ളോഗ്. രാവിലെ ഒരു 4:45 തന്നെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിച്ചു. 1-2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. രാവിലെ ആദ്യം അതാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഠിക്കുന്നതിന് മുന്നേ ഒരു മൈൻഡൊക്കെ കൂളാവും, ബോഡിയൊക്കെ കൂളാവും, അങ്ങനെ തോന്നാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരുന്നു. ഇപ്പം ഞാൻ പഠിക്കുന്നത് UPSC റിലേറ്റഡ് ഒരു സബ്ജക്റ്റാണ് കേട്ടോ. എനിക്ക് റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളൊരു തമിഴിൽ കണ്ടു കാണുമല്ലോ. ഞാൻ UPSC പ്ലസ് PSC പ്രിപ്പറേഷൻ ഒന്നിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. PSC പ്രിപ്പറേഷൻ ഞാൻ ഈയിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ വരെ UPSC മാത്രമായിരുന്നു. പിന്നെ വിചാരിച്ചു നമുക്കിനി രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാം. കാരണം UPSC മാത്രം നോക്കുന്നത് നമുക്കൊരു പ്ലാൻ ബിയും കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ PSC സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈയിടെ നടന്നത്. അതിൽ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നോക്കുമ്പം കട്ട് ഓഫ് ക്ലിയർ ആവാനൊരു സാധ്യത കാണുന്നുണ്ട്. ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല കേട്ടോ. ഞാൻ സ്റ്റേജ് 3 ആയിരുന്നു. സോ അതുകൊണ്ട് ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ UPSC മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് UPSC പ്രിലിംസ് ക്ലിയർ ആയതിനു ശേഷമല്ല. UPSC പാറ്റേൺ അങ്ങനെയാണ്. നമ്മൾ മെയിൻസ് ഓൾറെഡി സബ്ജക്റ്റ് ഒരു 80% എങ്കിലും ക്ലിയർ ചെയ്തിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രിലിംസിലോട്ട് പോകുന്നത് UPSCക്ക് എപ്പോഴും നല്ലതാണ്. പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അധികം ഉണ്ടാവില്ല. ഒരു 2.5 മന്തൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതിനിടയിൽ പഠിച്ച് തീർക്കാൻ പറ്റില്ല. അത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ മുന്നേ തീർത്ത് വെക്കേണ്ടതാണ് നമുക്ക് നല്ലത്. ഒരു 80% 90% ഒക്കെ തീർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ UPSC മെയിൻസാണിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ PSC മെയിൻസും. അങ്ങനെ ഈ രണ്ടെണ്ണം കൂടി ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡേ ടൈം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടിനും കൂടെ എന്ന് ഓരോ സബ്ജക്റ്റിന് എത്ര ടൈം വേണം എന്നുള്ളത് നോക്കിയിട്ട് UPSC PSC രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് ഒരു ഷെഡ്യൂളൊക്കെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അങ്ങനെ ഒരു സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓർത്തൊരു ചായ കുടിച്ചാലോ എന്ന് അങ്ങനെ പോയി ചായയൊക്കെ ഉണ്ടാക്കി. ഞാനൊരു ചായ പേഴ്സണൊന്നും അല്ല കേട്ടോ. എനിക്ക് ചായനേക്കാൾ ഇഷ്ടം കോഫിയുമാണ്. അതും ഡെയിലി ഒന്നും കുടിക്കില്ല, ഇങ്ങനെ തോന്നിയാൽ മാത്രം. ഇന്നപ്പം അങ്ങനെ തോന്നി, അങ്ങനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ബാൽക്കണിയിൽ വന്നിരുന്നിട്ടൊന്ന് പഠിച്ചു. ഞാൻ ഇടയ്ക്ക് ബാൽക്കണിയിൽ പോയി ഇരുന്ന് പഠിക്കും. അതെനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പം അതും ഇങ്ങനെ വായിച്ചു പോകേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒന്നുകിൽ റിവിഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ഫസ്റ്റ് റീഡിംഗ് ഒക്കെ ചെയ്യില്ലേ. അതായത് ഞാനിപ്പോൾ ഒരു ബുക്ക് ആദ്യമായിട്ട് വായിക്കുമ്പോൾ ഫസ്റ്റ് റീഡിങ് സമയത്ത് നോട്ട്സ് ഒന്നും ഉണ്ടാക്കാറില്ല. ഫസ്റ്റ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ ആണ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റീഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ റിവിഷൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്ന് വായിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ റൂമിലോട്ട് കയറി. ഇപ്പോൾ എനിക്ക് PSCയുടെ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു, ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയുടെ കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി ഞാനൊന്ന് റിവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ പഠിച്ച ആ സെഷൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളൊരു കാര്യമാണ്, ചില ദിവസം പഠിക്കാൻ നല്ല മൂഡായിരിക്കും, നന്നായിട്ട് പഠിക്കും. പക്ഷെ ചില ദിവസം ബുക്ക് തുറന്ന് നോക്കാനേ തോന്നില്ല. പക്ഷെ അതിന് ശേഷം റിഗ്രറ്റ് അടിക്കും. അത് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമുക്ക് ഏത് എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിലോ ഇനി എക്സാം എന്നല്ല, ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിലോ എല്ലാത്തിനും വേണ്ടൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റായിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് എനിക്കും, പിന്നെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു, ഇതിനിപ്പോൾ എന്താ ചെയ്യാം അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു പ്ലാൻ തോന്നി, ഒരു 21 ഡേയ്സ് ചാലഞ്ച് ചെയ്താലോ എന്നുള്ളത്. 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ച് ചെയ്താലോ എന്ന് തോന്നി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എത്ര പഠിച്ചു, ഞാൻ കറക്റ്റ് എത്ര മണിക്കൂർ പഠിച്ചു, അങ്ങനൊരു കാര്യം പറയുന്നതിനേക്കാളും എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗിലൊരു വ്ളോഗ് ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആസ്പിരൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഈ കൺസിസ്റ്റൻസി ആയാലും, പിന്നെ ഫെയിലിയറിനെ പറ്റിയുള്ള ടെൻഷനായാലും, പിന്നെ ഓരോ സ്റ്റഡി ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും. സ്റ്റഡി ടെക്നിക്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ടോപ്പിക്കാക്കി 21 ഡേയ്സ് 21 ടോപ്പിക്സ് ഒക്കെ ഇട്ടിട്ടൊരു വീഡിയോ, അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി വ്ളോഗുമായിട്ട് 21 ഡേയ്സ് കറക്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന സ്റ്റഡി വ്ളോഗ്, ഇങ്ങനൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആരൊക്കെ റെഡിയായിരിക്കും? ആർക്കൊക്കെ താല്പര്യമുണ്ട്? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം. UPSC PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. SSC ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യുന്നവരാണെങ്കിലും ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ I am in എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഇടും കേട്ടോ. അപ്പോൾ അറിയാലോ ആരൊക്കെ ഉണ്ട് ഈ ചാലഞ്ചിൻ്റെ പാട്ടാവാനാണ്.
പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് UPSCയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്ലാസ്സൊക്കെ കണ്ടു. ആ ക്ലാസ് ഒരു 2.5 മണിക്കൂറുള്ളൊരു ക്ലാസ് ആയിരുന്നു. അത് ലൈവാണ്, ലൈവ് ക്ലാസ്സാണ്. പക്ഷേ നമുക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. എനിക്ക് അത് ലൈവ് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ റെക്കോർഡിംഗ് ആണ് കേട്ടോ കാണുന്നത്. നമുക്ക് ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ അത് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ PSCയുടെ തന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം അതും കൂടെ നോക്കിയിട്ട് കിടക്കാം, ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം നടന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഈ ഒരു 21 ഡേയ്സ് കൺസിസ്റ്റൻസി ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഐ ആം ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി ലേണിംഗ്.